ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേവസ്വം ബോർഡ് LDC എക്സാമിന് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ സയൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പരം ഈസ് എ ഡാഷ്. പരം ഈസ് എ ഡാഷ്. പരം എന്നത് എന്താണ്? അപ്പോൾ പരം ഈസ് എ സൂപ്പർ കമ്പ്യൂട്ടർ. പരം എന്നത് സൂപ്പർ കമ്പ്യൂട്ടറുകളാണ്. Next question, computers, those are portable and convenient to users for travel. This type of computers are known as dash. Computers, those are portable and convenient to users for travel. This type of computers is known as laptops. അതായത് സഞ്ചരിക്കുന്ന സമയത്ത് ഉപയോക്താവിന് കൊണ്ടു നടക്കാൻ കഴിയുന്ന തരം കമ്പ്യൂട്ടറുകളെ പറയുന്ന പേര് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് ആണ് ലാപ്ടോപ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് OMR. OMR എക്സാം എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫുൾ ഫോം ഓഫ് OMR ഈസ്. OMRന്റെ പൂർണ്ണ രൂപം എന്താണ്? അപ്പോൾ ഒപ്റ്റിക്കൽ മാർക്ക് റിക്കഗ്നിഷൻ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ഒപ്റ്റിക്കൽ മാർക്ക് റിക്കഗ്നിഷൻ എന്നാണ് OMRന്റെ പൂർണ്ണ രൂപം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is meant by a dedicated computer? What is അല്ലെങ്കിൽ what is meant by a dedicated computer? അതായത് ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ എന്നാൽ എന്ത്? ഒരു സമയം ഒരു പ്രവൃത്തി മാത്രം ചെയ്യാനായി തയ്യാറാക്കിയിരിക്കുന്ന തരം കമ്പ്യൂട്ടേഴ്സ് ആണ് ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടേഴ്സ്. ഒരു സമയം ഒരു പ്രവൃത്തി മാത്രം ചെയ്യാനായി തയ്യാറാക്കിയിരിക്കുന്ന തരം സിസ്റ്റമാണ് ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ. ദാറ്റ് മീൻസ് എ കമ്പ്യൂട്ടർ വിച്ച് ഈസ് അസൈൻഡ് ഓൺ ആൻഡ് ഓൺലി ഓൺ ടാസ്ക്. അപ്പോൾ ഒരു പ്രവൃത്തി മാത്രം ചെയ്യാനായി തയ്യാറാക്കിയിരിക്കുന്ന തരം കമ്പ്യൂട്ടറുകളെ പറയുന്ന പേര് എന്താണ്? ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് graphs and design on papers. Dash are used for plotting graphs and design on papers. അതായത് ഗ്രാഫുകളുടെ പ്ലാൻ തയ്യാറാക്കാനും പേപ്പറിൽ അതിൻ്റെ മാതൃകാരൂപം തയ്യാറാക്കാനുമായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് പ്ലോട്ടേഴ്സ്. ഇതിനെ പറയുന്ന പേര് പ്ലോട്ടേഴ്സ് എന്നാണ്. അപ്പോൾ പ്ലോട്ടേഴ്സിന്റെ യൂസ് എന്താണ്? ഗ്രാഫുകളുടെ പ്ലാൻ തയ്യാറാക്കാനും പേപ്പറിൽ അതിൻ്റെ മാതൃകാരൂപം തയ്യാറാക്കാനുമാണ് പ്ലോട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. പ്ലോട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് ഗ്രാഫ്സ് ആൻഡ് ഡിസൈൻ ഓൺ പേപ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്? ഹൂ ഈസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്? അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈസ്, biometric sensor is an example of dash. Biometric sensor is an example of dash. Biometric sensor എന്നത് ഏതിന് ഉദാഹരണമാണ്? ആൻസർ, ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് എന്നാൽ കമ്പ്യൂട്ടറിന് ഉള്ളിലേക്ക് ഡേറ്റാസ് കൊടുക്കുന്ന ഉപകരണത്തെ പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്നാൽ കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തേക്ക് ഡേറ്റാസ് കൊടുക്കുന്ന ഡിവൈസസിനെ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അതായത് ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ഡേറ്റ കൊടുക്കുന്നത്, ഔട്ട് എന്നാൽ പുറത്തേക്ക് കൊടുക്കുന്നത്. ഈ രീതിയിൽ ക്ലിയറായി ഓർത്തു വെക്കാവുന്നതാണ്. അപ്പോൾ ബയോമെട്രിക് സെൻസർ എന്നാൽ അത് കമ്പ്യൂട്ടറുമായി കണക്റ്റഡ് ആവും. അപ്പോൾ നമ്മുടെ ബയോമെട്രിക് ഇൻഫോർമേഷൻസ് ബയോമെട്രിക് സെൻസർ വഴി കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുമായി റിലേറ്റ് ചെയ്ത സ്പെഷ്യൽ വീഡിയോകൾ
നമ്മുടെ ചാനലിന്റെ ജോയിന്റ് മെമ്പറായി ഉള്ളവർക്കും അല്ലാത്തവർക്കുമായി പ്രത്യേകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെയ്ഡ് വീഡിയോകൾ ആവശ്യമുള്ളവർ ചാനൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം വീഡിയോ എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫങ്ഷണൽ കീസ് ഇൻ എ കമ്പ്യൂട്ടർ കീബോർഡ്? ഹൗ മെനി ഫങ്ഷണൽ കീസ് ഇൻ എ കമ്പ്യൂട്ടർ കീബോർഡ്? ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ ആകെ 12 ഫങ്ഷണൽ കീകളാണ് ഉള്ളത്. 12 ഫങ്ഷണൽ കീകൾ. ഇത് കീബോർഡിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് F1 മുതൽ F12 വരെ ഈ രീതിയിലാണ് കീബോർഡിൽ ഫങ്ഷൻ കീകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് F1, F2, F3 ഈ രീതിയിലാണ് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കീകളെയാണ് കീബോർഡിലെ ഫങ്ഷണൽ കീസ് എന്ന് അറിയപ്പെടുന്നത്. ഇത് 12 എണ്ണമാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കീ ഈസ് യൂസ്ഡ് to indent a paragraph in MS Word? Which key is used to indent a paragraph in MS Word? അതായത് കമ്പ്യൂട്ടറിന്റെ ഒരു പേജിൽ നോർമലായി ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ലൈൻ കുറച്ച് ഉള്ളിലേക്ക് ഇൻറ്റൻറ്റ് ചെയ്യണം. അതായത് തള്ളി നിൽക്കണം. അത് നിങ്ങൾക്കറിയാം പാരഗ്രാഫ് എങ്ങനെയാണ് വരേണ്ടതെന്ന്. ഇങ്ങനെ ചെയ്യാൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന കീ ആണ് ടാബ്. അപ്പോൾ ലൈനിന്റെ ആദ്യം വച്ചതിന് ശേഷം ടാബ് കീ പ്രസ് ചെയ്താൽ ഇത് ഇൻറ്റന്റ് ആവും. MS വേർഡിൽ പാരഗ്രാഫ് ഇൻറ്റന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? അതാണ് ടാബ് കീ. ഇത് ക്യാപ്സ് ലോക്ക് കീയുടെ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഏതെങ്കിലും മാർജിനിൽ നിന്ന് ഒരു നിശ്ചിത അകലം വിട്ട് ഡേറ്റ അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റന്റ് എന്ന് പറയുന്നത്. ഹൂ ഡിസ്കവേർഡ് മൗസ്? ആരാണ് മൗസ് കണ്ടുപിടിച്ചത്? ഹൂ ഡിസ്കവേർഡ് മൗസ്? ഡോഗ്ലാസ് എംഗൽബർട്ട്. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് പ്രിന്റർ? അപ്പോൾ ഏറ്റവും സ്പീഡ് കൂടിയ പ്രിന്റർ എന്നറിയപ്പെടുന്നത് ലേസർ പ്രിന്റർ ആണ്. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് പ്രിന്റർ? ലേസർ പ്രിന്റർ. നെക്സ്റ്റ്, ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് എനി ക്രൈം കംപ്ലീറ്റഡ് ത്രൂ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി ബൈ എ നോളജബിൾ കമ്പ്യൂട്ടർ യൂസർ. ഇതിനെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ ക്രൈം. അതായത് കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിവുള്ള ഒരാൾ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങളെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ ക്രൈം. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി പറയാം. കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിവുള്ള ഒരാൾ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് നടത്തുന്ന ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ crime. Unsolicited commercial email is commonly known as. Unsolicited commercial email is commonly known as spam. അപ്പോൾ ഈ സ്പാം ഇമെയിലുകൾ ഏറെക്കുറെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ പരിചിതമായ ഇമെയിൽസ് ആണ് സ്പാം ഇമെയിൽസ്. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ വരുന്ന വാണിജ്യപരമായ അതായത് കൊമേഴ്സ്യൽ ഇമെയിലുകളെ പറയുന്ന പേരാണ് സ്പാം. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ വരുന്ന വാണിജ്യപരമായ ഇമെയിലുകളെ പറയുന്ന പേരെന്താണ്? അതാണ് സ്പാം ഇമെയിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് പ്രൊവൈഡ്സ് പ്രോസസ് ആൻഡ് മെമ്മറി മാനേജ്മെന്റ് സർവീസസ് ദാറ്റ് അലോ 2 or more tasks, jobs or programs to run simultaneously. Dash provides process and temporary management services that allow 2 or more tasks, jobs, programs to run simultaneously is called multitasking. അപ്പോൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രവൃത്തികൾ ചെയ്യുക, ഇതിനെയാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. അതായത് 2 or more task, job or program runs simultaneously. ഒരേ സമയം ഒന്നിലധികം പ്രവൃത്തികൾ ചെയ്യുന്നതിനെയാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ നമ്മൾ ജോയിൻ മെമ്പേഴ്സിനായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചാനൽ ജോയിൻ ചെയ്ത ശേഷം വീഡിയോ കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.